കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം 2 മണി 2:15 ആയപ്പോഴേക്കും തന്നെ നട അടച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുളാലിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. കൊടിമരവും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും വലിയ ബലിക്കല്ലൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രകാശം. ആ പ്രകാശത്തിലിങ്ങനെ കാണാം ഉണ്ണിയുടെ കാൽപാദങ്ങൾ. അത് കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്, കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലിയ കുട്ടിയാട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഉണ്ട്. പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് പട്ടുകോണകമൊക്കെ ഞൊറിഞ്ഞെടുത്ത് അതേപോലെ ആ മാറത്ത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട് 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുകയാണ്. അതാണ് ഒരു കാഴ്ച. ആ ചുണ്ടത്ത് ഇങ്ങനെ വെച്ച് പൊന്നോടക്കുഴൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഗാനം പൊഴിക്കുക. അങ്ങനെ തിരുനെറ്റിയിൽ നോക്കുമ്പോൾ ഗോപീതിലകം ഉണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, പൊന്നീൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലയും, അതും ഏകദേശം തെച്ചിയും തുളസിയും കൂടി ഉള്ളത്. അതേപോലെ തന്നെ വെളുത്ത പൂവുണ്ട് കുറച്ച്. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്നുകൊണ്ട് ഭഗവാൻ ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്ന കാഴ്ചയാണ്. എല്ലാവരും നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലെ കണ്ണനി കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാം. ഗണേശനെന്ന് അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്, കളഭം കൊണ്ട് ചാർത്തുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, കൊമ്പ് തുമ്പി കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം കൂർമ്മ വരാഹ നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമനരൂപം ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞാൽ ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ തന്നെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു ലേശം കുങ്കുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കെടാവിളക്കും കണ്ട് തൊഴുത് ആ കൊടിമരവും കണ്ട് തൊഴുത് അങ്ങനെ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന്
പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിലെ അമ്മയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് ഗോളകയാണ്, അതേപോലെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. കുറച്ചൊക്കെ ധാരാളം പൂക്കളുണ്ട്. നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അങ്ങനെ അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ തൃക്കാൽ പിണച്ചു വെച്ച് പൊന്നോടക്കുഴൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന ആ കിടാവിളക്ക് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമി ഇന്നും നല്ല രസം തന്നെ കേട്ടോ, നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നാരായണാലയത്തു നിന്ന് പുറത്ത് വന്ന് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.